മലയാളത്തിലെ സ്കോട്ട് എന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഉത്തരം സി.വി. രാമൻ പിള്ള. വള്ളത്തോളിന്റെ പ്രശസ്ത ഖണ്ഡകാവ്യമായ കൊച്ചു സീതയ്ക്ക് സഞ്ജയൻ രചിച്ച ഹാസ്യാനുകരണം ഏതാണ്? ഉത്തരം കുഞ്ഞിമാത. പേർഷ്യനും ഹിന്ദിയും ചേർന്നുള്ള ഭാഷ. ഉത്തരം ഉറുദു. ബുദ്ധനും ഞാനും നരിയും എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പച്ച മലയാള പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം എവിടെയായിരുന്നു? ഉത്തരം കൊടുങ്ങല്ലൂർ കളരി. ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷകൾ ഏതെല്ലാമാണ്? ഉത്തരം തമിഴ്, കന്നഡ, തുളു, കൊടക്, തോട, കോട, കുറുക്ക്, മാൾട്ടോ, ഗോണ്ഡി, ഖോഡ, തെലുങ്ക്, ബ്രഹയു. ദ്രാവിഡ ഭാഷകളിൽ സാഹിത്യ സമ്പത്ത് കൊണ്ടും പ്രാചീനത കൊണ്ടും പ്രഥമ ഗണനീയനായിട്ടുള്ളത് ഏതാണ്? ഉത്തരം തമിഴ്. തെക്കേ ഇന്ത്യയിലെ സാഹിത്യം ആദ്യമായി ഉത്ഭവിച്ചത് ഏത് ഭാഷയിലാണ്? ഉത്തരം തമിഴിൽ. മലയാളം തമിഴിന്റെ ഉപശാഖയാണെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം കാഡ്വൽ സായിപ്പ്. കേരളത്തിൽ ആദ്യമായി രാഷ്ട്രീയ നോവൽ രചിച്ച വ്യക്തി? ഉത്തരം കെ നാരായണ കുരുക്കൾ. എഴുത്തൊക്കൈയിൽപ്പെട്ട കൃതികൾ ഏതെല്ലാമാണ്? ഉത്തരം അകനാന്നൂറ്, പുറനാന്നൂറ്, പതിറ്റ് 10, ഐങ്കുറ് 100, കുറുന്തങ്കൈ, കലുത്തൊക്കെ, പരിപ്പെടൽ, നറ്റിണെ. 10 പാട്ടിലെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ഉത്തരം തിരുമുരു കാറ്റേപ്പാടെ, പെരുമ്പാണാറ്റുപാടെ, മുല്ലേപ്പാട്ട്, മധുരക്കൊഞ്ചി, നടുനൽവാടെ, കുറിഞ്ചിപ്പാട്ട് തുടങ്ങിയവ. ഗദ്യഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമുള്ള കൃതി? ഉത്തരം ഭാഷാ കൗടില്യം. മാവുകൾ അറിയുമോ മാനവനാത്മാവിൻ വേവിൻ നോവുകൾ അവയുടെ ചില്ലകൾ വീണ്ടും പൂത്തു. ഈ വരികൾ ഏത് മലയാള കവിയുടേതാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രഥമ അമ്മന്നൂർ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ബംഗാളി നാടകകൃത്തായ ബാദൽ സർക്കാർ. യു.എ. ഖാദറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി? ഉത്തരം തൃക്കോട്ടൂർ പെരുമ. ഒ.വി. വിജയന്റെ പൂർത്തീകരിക്കാത്ത നോവൽ? ഉത്തരം പത്മാസനം. മധുരാപുരി, ഭീമസേനൻ, മായാമുരളി എന്ന പ്രസിദ്ധമായ നോവലുകൾ രചിച്ചത് ആരാണ്? ഉത്തരം കുലപതി കെ.എം. മുൻഷി. വി.എസ്. ഖണ്ടേക്കർ രചിച്ച യയാതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം പി. മാധവൻ പിള്ള. നരേന്ദ്രപ്രസാദ് രചിച്ച നാടകം? ഉത്തരം സൗപർണിക. ചിത്രമെഴുത്തു തമ്പുരാന്റെ കഥ രാജാ രവിവർമ്മ എന്ന നോവലിലൂടെ ആഖ്യാനം ചെയ്തത് ആരാണ്? ഉത്തരം രഞ്ജിത്ത് ദേശായി. ദി ക്യാച്ചർ ഇൻ ദ റൈ എന്ന കൃതിയിലൂടെ ലോക പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരൻ? ഉത്തരം ജെ.ഡി. സാലിംഗർ. വാർമഹൽ രചിച്ചത് ആരാണ്? ഉത്തരം ഗുരുനാനാക്ക്. സംസ്കൃത നാടകത്തിന്റെ പിതാവ്? ഉത്തരം ഭാസൻ. ബ്രഹ്മസൂത്രം രചിച്ചത് ആരാണ്? ഉത്തരം ബാദരായണൻ. കവികളെയും ഗായകരെയും തന്റെ സദസ്സിൽ നിന്നും പുറത്താക്കിയ ചക്രവർത്തി? ഉത്തരം ഔറംഗസേബ്. രത്നാവലി രചിച്ചത് ആരാണ്? ഉത്തരം ഹർഷവർദ്ധനൻ. ശിവരാമ കാരന്തിന്റെ ആദ്യ നോവൽ? ഉത്തരം ദേവദൂതരു. ദൈവദശകം രചിച്ചത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രകുമാർ മിത്ര രചിച്ച നോവൽ ഞാൻ ചെവിയോർത്തിരിക്കും എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം എം. എൻ. സത്യാർത്ഥി. കുട്ടികൾക്കായി പറയിപ്പറ്റ പന്തിരുകുലം നോവൽ രൂപത്തിൽ രചിച്ചത് ആരാണ്? ഉത്തരം പി. നരേന്ദ്രനാഥ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ പേരിൽ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയ കവി? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം എന്ന വിജ്ഞാന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ബെന്നി കുര്യൻ. ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം നഷ്ടബോധങ്ങളില്ലാതെ. കണ്ടൽ കാടുകൾക്കിടയിലെ ജീവിതം എഴുതിയത് ആരാണ്? ഉത്തരം കല്ലേൻ പൊക്കൂടൻ. ഒരു പുളിമരത്തിന്റെ കഥ ആരുടെ നോവലാണ്? ഉത്തരം സുന്ദര രാമസ്വാമി.
താരാശങ്കർ ബാനർജിയുടെ ബംഗാളി നോവലായ ആരോഗ്യ നികേതനം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആരാണ്? ഉത്തരം നിലീന എബ്രഹാം. തകഴി ശിവശങ്കരപിള്ള ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച കൃതി? ഉത്തരം 1984 പുറത്തിറങ്ങിയ കയർ. യുദ്ധവും സമാധാനവും എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയി. MT വാസുദേവൻ നായർ ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 1995. MT വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കാലമാണ്? MT വാസുദേവൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി നാലുകെട്ട്. SK പൊറ്റക്കാട് ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 1980. ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കാവുന്ന രീതി അറിയപ്പെടുന്ന പേര്? ഉത്തരം ഇ റീഡിംഗ്. അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത നോവൽ? ഉത്തരം ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. ഭാർഗവീ നിലയം എന്ന പേരിൽ സിനിമയായ ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം നീലവെളിച്ചം. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതി? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ചാർലി ചാപ്ലിൻ എഴുതിയ ഒരേ ഒരു നാടകം? ഉത്തരം 12 നീതിമാന്മാർ. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന്റെ മലയാളത്തിലെ പേര്? ഉത്തരം കേരളരാമം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ഓർമ്മയുടെ അറകൾ. വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ ഏക സിനിമ ഏതാണ്? ഉത്തരം ഭാർഗവീ നിലയം. ത്രിലോക സഞ്ചാരി എന്നറിയപ്പെട്ട മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം EV കൃഷ്ണപിള്ള. കേരള മൊപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. മലയാളത്തിൽ നിന്ന് അന്യഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ തവണ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കൃതി ഏതാണ്? ഉത്തരം ചെമ്മീൻ. നിരക്ഷരത നിർമ്മാർജ്ജനത്തിനായി കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി PN പണിക്കർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ രൂപം നൽകിയത് എന്നാണ്? ഉത്തരം 1977. ലോക പുസ്തക ദിനമായി ആചരിക്കുന്ന ദിവസം? ഉത്തരം ഏപ്രിൽ 23. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്ന പേര്? ഉത്തരം വായന. രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം റെഡ് ബുക്ക്. ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തോസ് മലബാറിക്കസ്. മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക? ഉത്തരം 1887 പുറത്തിറങ്ങിയ കേരളീയ സുഗുണബോധിനി. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രവും. ഈ വരികൾ ഏത് കവിയുടേതാണ്? ഉത്തരം വയലാർ രാമവർമ്മ. മലയാള കാവ്യശാഖയിൽ കാൽപ്പനികത്വത്തിന് പ്രതിഷ്ഠ നൽകിയ ആശാന്റെ പ്രമുഖ ഖണ്ഡകാവ്യങ്ങളിൽ പ്രഥമ പരിഗണന ഈ കൃതിക്കാണ്. ഏതാണ് ഈ കൃതി? ഉത്തരം വീണപ്പൂവ്. സമകാലിക പശ്ചാത്തലവും വിപ്ലവകരമായ സാമൂഹിക ചിന്തയും ഉൾക്കൊള്ളാവുന്ന ആദ്യത്തെ കാവ്യമായും ഇതറിയപ്പെടുന്നു. ഏതാണ് ഈ കാവ്യം? ഉത്തരം ദുരവസ്ഥ. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാതമായ കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയി. 1972 നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടക ദർപ്പണം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം NN പിള്ള. കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? ഉത്തരം മിതവാദി. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ്? ഉത്തരം ഹോർത്തോസ് മലബാറിക്കസ്. 1972 ഗ്രന്ഥശാല സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പണിക്കരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിൽ ഒന്നാണ്. ഈ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക.
വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നത് ആരുടെ വാക്കുകളായിരുന്നു? ഉത്തരം പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന സ്കൂൾ 2014 വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തിന്റെ സ്മാരകമായി പി.എൻ. പണിക്കർ സ്മാരക ഗവൺമെന്റ് എൽ.പി. സ്കൂളായി പുനർനാമകരണം ചെയ്തു. പുനർനാമകരണം ചെയ്ത ആ സ്കൂൾ ഏതാണ്? ഉത്തരം അമ്പലപ്പുഴ ഗവൺമെന്റ് എൽ.പി. സ്കൂൾ. മലയാളം തമിഴിന്റെ ഉപശാഖ മാത്രമാണെന്ന കാഡലിന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്ത ആദ്യ പണ്ഡിതൻ ആരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടട്ട്. പുരാതന കാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊതുവെ സംഭാഷണത്തിന് ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ്? ഉത്തരം മൂലദ്രാവിഡ ഭാഷ. സാഹിത്യ ചരിത്രത്തിലെ പ്രാചീന ഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? ഉത്തരം 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം? ഉത്തരം അക്ഷരം. ആനമുത്തിന്റെ കർത്താവ്? ഉത്തരം ഒളപ്പമണ്ണ. നിർമാല്യം എന്ന പേരിൽ ചലച്ചിത്രത്തിന് ആസ്പദമായ MTയുടെ കഥ? ഉത്തരം പള്ളിവാളം കാൽച്ചിലമ്പും. ആരുടെ കൃതിയാണ് ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര? ഉത്തരം MP വീരേന്ദ്രകുമാർ. എത്ര വിദേശ ഭാഷ വിജ്ഞാനനാകിലും മർത്തിന് തൻ ഭാഷയെന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ, ശക്തി മത്താക്കിയ ഹൃദയകാരത്തെ വെളിപ്പെടുത്തുവാൻ. ഇങ്ങനെ പാടിയ കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ. വൈലോപ്പിള്ളിയുടെ സ്മരണയ്ക്കായി ഇവനെ കൂടി എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സച്ചിദാനന്ദൻ. കണ്ണശന്മാരുടെ മറ്റൊരു പേര്? ഉത്തരം നിരണം കവികൾ. ഗാന്ധിജിയുടെ വേർപാടിൽ ദുഃഖിതനായി വള്ളത്തോൾ രചിച്ച വിലാപകാവ്യം ഏതാണ്? ഉത്തരം ബാപ്പുജി. ആരുടെ കവിതകളാണ് മാതൃത്വത്തിന്റെ കവിതകൾ എന്ന് വിളിക്കുന്നത്? ഉത്തരം ബാലാമണിയമ്മ. ആഖ്യായിക എന്നറിയപ്പെടുന്ന സാഹിത്യരൂപം? ഉത്തരം നോവൽ. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായിരുന്ന സാലിം അലിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ഒരു കുരുവിയുടെ പതനം. കമ്മ്യൂണിസ്റ്റെ പരിഹസിച്ചുകൊണ്ട് ജോർജ് ഓർവൽ എഴുതിയ നോവൽ? ഉത്തരം ആനിമൽ ഫാം. ഓർവേസുര ചാപലം പെരുതേപാരിൽ സർവവിദിതം കേവലം ഏത് ആട്ടക്കഥയിലേതാണ് ഈ വരികൾ? ഉത്തരം നളചരിതം. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങ് മാറിക്കിടാ ഷട, ദുർഘട സ്ഥാനത്ത് വന്നു ശയിക്കുവാൻ നിനക്കിടാ തോന്നുവാൻ എന്നടാ സംഗതി. ഈ പ്രശസ്തമായ വരികൾ ഏത് തുള്ളൽ കൃതിയിലേതാണ്? ഉത്തരം കല്യാണ സൗഗന്ധികം. ഏലിയാസ് കനേറ്റിയുടെ ഏത് നോവലിലാണ് നായകനായ ഡോക്ടർ പീറ്റർ കീൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്? ഉത്തരം ദി ബ്ലെൻഡിങ്ങിൽ. കന്യാദാനം ആരുടെ കൃതിയാണ്? ഉത്തരം തിക്കോടിയൻ. കറുപ്പ്, വെയിൽ തിന്നുന്ന പക്ഷി, പ്രവാസിയുടെ ഗീതം എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം A. അയ്യപ്പൻ. ഓടി വിളയാട് പാപ്പ എന്ന തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ബാലഗംഗാധര തിലകന്റെ പ്രധാന കൃതി ഏതാണ്? ഉത്തരം ഗീതാരഹസ്യം. ഒരു മലയാളി പ്രാന്തന്റെ ഡയറി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം N. പ്രഭാകരൻ. 2019 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഇളയരാജ. ഡ്രീംസ് ഓഫ് എ ബില്യൺ ഇന്ത്യ ആൻഡ് ദ ഒളിമ്പിക് ഗെയിംസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ഗോപിചന്ദ്. ആസിഡ് ആക്രമണത്തിന് ഇരയായ സാമൂഹിക പ്രവർത്തക ലക്ഷ്മി അഗർവാളിന്റെ കഥ പറയുന്ന ചിത്രം? ഉത്തരം ചപാക്. നായിക ദീപിക പദുക്കോൺ, സംവിധായക മേഘ്ന ഗുൽസാർ. ജന്മന അന്ധനായ ഭക്തകവി ആരാണ്? ഉത്തരം സൂർദാസ്. വയനാടൻ പശ്ചാത്തലത്തിൽ കോന്തല എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം കൽപ്പറ്റ നാരായണൻ. സഫലമീ യാത്ര എന്ന കൃതി ആരുടേതാണ്? ഉത്തരം NN കക്കാട്. ഗാന്ധിയും ഗോഡ്സെയും ആരുടെ കൃതിയാണ്? ഉത്തരം NV കൃഷ്ണ വാരിയർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതി ഏതാണ്?
ഉത്തരം കല്യാണ സൗഗന്ധികം. മലയാളം അച്ചടിയുടെ പിതാവ്. ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. ഉള്ളൂർ രചിച്ച നാടകം. ഉത്തരം അമ്പ. ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണ്? ഉത്തരം ഉമാകേരളം. മലയാളത്തിലെ ആദ്യത്തെ തനത് നാടകം ഏതാണ്? ഉത്തരം കലി. ഒരു കുടയും കുഞ്ഞു പെങ്ങളും ആരുടെ കൃതിയാണ്? ഉത്തരം മുട്ടത്ത് വർക്കി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? ഉത്തരം തൃശൂർ. 2018 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം EV രാമകൃഷ്ണൻ. ലോകസഭാ അംഗമായ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം SK പൊറ്റക്കാട്. ഓടക്കുഴൽ എന്ന കൃതിയുടെ കർത്താവ്. ഉത്തരം G ശങ്കരക്കുറുപ്പ്. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനശാല എറണാകുളം. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം വായിച്ചു വളരുക. പുരാതന കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ലൈബ്രറി ഏതാണ്? ഉത്തരം അലക്സാണ്ട്രിയയിലെ ഗ്രേറ്റ് ലൈബ്രറി. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? ഉത്തരം കോട്ടയം. മാവിൻ ചുന മണക്കുന്ന മേടത്തിൽ മടിയിൽ പിറന്നവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച കവി. ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഐതിഹ്യമാലയുടെ കർത്താവ്. ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യം എന്താണ്? ഉത്തരം മലബാറിലെ ഔഷധ സസ്യങ്ങൾ. ആറ്റൂരിന്റെ മേഘരൂപൻ എന്ന കവിതയിൽ പ്രത്യക്ഷമാകുന്ന കവി. ഉത്തരം P കുഞ്ഞിരാമൻ നായർ. കാളിദാസനെ നായകനാക്കി ONV കുറുപ്പ് രചിച്ച കാവ്യം. ഉത്തരം ഉജ്ജയിനി. ചെമ്മീൻ എന്ന നോവലിനെ പശ്ചാത്തലമായ കടപ്പുറം. ഉത്തരം പുറക്കാട്. SR രംഗനാഥൻ എന്നാണ് ജനിച്ചത്? ഉത്തരം 1892 ഓഗസ്റ്റ് 12. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 12. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം പാർലമെന്റ് ലൈബ്രറി. ത്രിപുര സുന്ദരി കൊച്ചമ്മ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ധർമ്മരാജ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള ഭാഷയുടെ പിതാവ്. ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ്. ഉത്തരം എഴുത്തച്ഛൻ. വിദ്യാഭ്യാസത്തെ പറ്റി പരാമർശിച്ചിരിക്കുന്ന വേദം. ഉത്തരം അഥർവവേദം. മലയാളം ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ദ്രാവിഡം. ഷേക്സ്പിയറുടെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം കൈനിക്കര കുമാരൻ പിള്ള. ബിലാത്തി വിശേഷങ്ങൾ എന്ന കൃതിയുടെ കർത്താവ്. ഉത്തരം KP കേശവമേനോൻ. മോഹവും മുക്തിയും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഉത്തരം കൈനിക്കര കുമാരപിള്ള. ഷേക്സ്പിയർ നാടകമായ ഹാംലെറ്റിലെ നായിക ആരാണ്? ഉത്തരം ഒഫീലിയ. പത്മശ്രീ ലഭിച്ച എഴുത്തുകാരിയും പ്രസാധകയുമായ വനിത. ഉത്തരം റീത്തു മേനോൻ. ഏറ്റവും വലിയ ഉപനിഷത്ത്. ഉത്തരം ബൃഹദാരണ്യകോപനിഷത്ത്. ചാരുലത എന്ന കാവ്യ സമാഹാരം ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം വിഷ്ണു നാരായണൻ നമ്പൂതിരി. കന്നഡയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. ഉത്തരം മാടിദുണ്ണു മഹാരായ. ജ്ഞാനപീഠ ജേതാവായ ONVയുടെ പൂർണ്ണനാമം. ഉത്തരം ഒറ്റപ്ലാവിൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്.
രാഷ്ട്രീയ രംഗത്ത് ഏറെ കൊളിളക്ക് സൃഷ്ടിക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയ അമേരിക്കൻ മാധ്യമം. ഉത്തരം വിക്കിലീക്സ്. തമിഴ് സാഹിത്യത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി. ഉത്തരം ചിത്തിരപ്പാവി. യുദ്ധഭാഷണം എന്നത് ഒരു പ്രശസ്ത എഴുത്തുകാരുടെ ലേഖന സമാഹാരമാണ്. ആരാണ് അവർ? ഉത്തരം അരുന്ധതി റോയ്. ആൽക്കമിസ്റ്റിന്റെ രചയിതാവ്. ഉത്തരം പൗലോ കൊയ്ലോ. കന്നിക്കൊയ്ത്ത് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി. ഏണിപ്പടികൾ ആരുടെ കൃതിയാണ്? ഉത്തരം തകഴി. ഈ ലോകം കാണുന്നേരം ഓക്കാനം വന്നിടുന്നുണ്ടെങ്കിലും ഛർദിക്കുവാൻ വയ്യന്റെ മുഖത്താകും എന്ന് പാടിയത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ രചനയാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ ആരുടെ കൃതിയാണ്? ഉത്തരം വിഷ്ണു നാരായണൻ നമ്പൂതിരി. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം എൻ പ്രഭാകരൻ. സസ്പെൻസുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പ്രശസ്ത എഴുത്തുകാരി ആരാണ്? ഉത്തരം മേരി ഹിഗ്ലിൻസ് ക്ലാർക്ക്. എ സ്ട്രേഞ്ചർ ഈസ് വാച്ചിങ്, ഡാഡീസ് ലിറ്റിൽ ഗേൾ എന്നിവയാണ് പ്രധാന കൃതികൾ. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കഥ പറയുന്ന സിനിമ. ഉത്തരം കാറ്റ് കടൽ അതിരുകൾ. 2020 പത്മശ്രീ നേടിയ നോക്കുവിദ്യ പാവക്കളി കലാകാരൻ ആരാണ്? ഉത്തരം എം പങ്കജാക്ഷി. 2020 ടൈലർ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം പവൻ സുഖ്ദേവ്. പരിസ്ഥിതി മേഖലയിൽ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ടൈലർ പുരസ്കാരം. ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ചൈനയിൽ ചിലവഴിച്ച ഒരു അമേരിക്കൻ നോവലിസ്റ്റാണ് സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യ അമേരിക്കൻ വനിത. ആരാണ് അവർ? ഉത്തരം പേൾ എസ് ബക്ക്. ഒ വി വിജയന്റെ സഹോദരി പ്രശസ്ത സാഹിത്യകാരിയാണ്. ആരാണ് അവർ? ഉത്തരം ഒ വി ഉഷ. നാടക ട്രൂപ്പായ കാളിദാസ കലാകേന്ദ്രത്തിന്റെ സ്ഥാപകൻ. ഉത്തരം ഒ മാധവൻ. ഡോക്ടർ എന്ന പ്രശസ്തമായ നാടകം രചിച്ചത് ആരാണ്? ഉത്തരം വൈക്കം ചന്ദ്രശേഖരൻ നായർ. പി കേശവദേവിന്റെ ആത്മകഥ എന്താണ്? ഉത്തരം എതിർപ്പുകൾ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന കുട്ടിക്കവിത എഴുതിയത് ആരാണ്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തോപ്പിൽ ഫാസിൽ രചിച്ച നാടകം ഏതാണ്? ഉത്തരം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം സർദാർ കെ എം പണിക്കർ. മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി. ഉത്തരം നളചരിതം ആട്ടക്കഥ. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ്? ഉത്തരം നാലാപ്പാട്ട് നാരായണ മേനോൻ. ആശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻ പറമ്പ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. ഉത്തരം തൃശൂർ. കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1956 ഒക്ടോബർ 15. കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം എന്താണ്? ഉത്തരം മലയാണ്മയുടെ സർഗകവാടം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം സർദാർ കെ എം പണിക്കർ. ഏറ്റവും പുരാതനമായ വേദം. ഉത്തരം ഋഗ്വേദം. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ബൈബിൾ രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ഉത്തരം ഹീബ്രു. കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം എന്നിലൂടെ. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഇരയിമ്മൻ തമ്പി.
വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം MK മേനോൻ. വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ്? ഉത്തരം വിശുദ്ധ ഖുർആൻ. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം PC ഗോപാലൻ. ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം നഷ്ടബോധങ്ങളില്ലാതെ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. PN പണിക്കരോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ വകുപ്പ് 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2004 ജൂൺ 19. സുകുമാർ അഴീക്കോട് PN പണിക്കരെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. ഷേക്സ്പിയറിന്റെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിച്ചു വരുന്നത്. നമ്മുടെ നാട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം, നമ്മെ കാണുന്നവൾ അത് കാട്ടും നന്ദി മറക്കാമോ? പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിറങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ? ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ജയദേവന്റെ ഗീതാ ഗോവിന്ദത്തിന് ദേവഗീത എന്ന പേരിൽ പരിഭാഷ തയ്യാറാക്കിയ മലയാള കാൽപ്പനിക കവി ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ആര്യ സാഹിത്യത്തിൽ മുഖ്യമായവ എന്താണ്? ഉത്തരം പുരാണങ്ങൾ, വേദങ്ങൾ, ഇതിഹാസങ്ങൾ. പുരാണങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? ഉത്തരം 18. വേദങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? ഉത്തരം 4. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 2 ഭാരതീയ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം രാമായണവും മഹാഭാരതവും. പ്രശസ്ത സാഹിത്യകാരിയായ സുമംഗലയുടെ ശരിയായ പേര്? ഉത്തരം ലീല നമ്പൂതിരിപ്പാട്. ചങ്ങമ്പുഴയുടെ രമണനിലെ നായിക നായകന്മാർ ആരാണ്? ഉത്തരം ചന്ദ്രികയും രമണനും. സാഹിത്യ നിർമ്മാണത്തിന് പ്രതിഫലം വേണമോ എന്ന തർക്കമുണ്ടായപ്പോൾ കവനത്തിന് കാശ് നീട്ടണം പോൽ ശിവനെ സാഹിതി തേവിടിശിയെന്നോ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം V ഉണ്ണികൃഷ്ണൻ നായർ. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവലായ പാറപ്പുറം രചിച്ചത് ആരാണ്? ഉത്തരം K നാരായണക്കുരുക്കൾ. സാത്താനിക് വേഴ്സസ് ദി മൂർസ്, ലാസ്റ്റ് സൈ എന്നീ വിവാദ നോവലുകളുടെ രചയിതാവ് ആരാണ്? ഉത്തരം സൽമാൻ റുഷ്ദി. പ്രശസ്ത ക്രിക്കറ്റ് താരം കപിൽ ദേവിന്റെ ആത്മകഥ? ഉത്തരം സ്ട്രേറ്റ് ഫ്രം ദി ഹാർട്ട്. കേരളത്തെ പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പഴയ ഗ്രന്ഥം? ഉത്തരം ഐതരേ ആരണ്യകം. പുസ്തകത്തോളം നല്ല ഒരു ഗൃഹോപകരണമില്ല, ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം സിഡ്നി സ്മിത്ത്. സ്വന്തം താല്പര്യങ്ങൾക്കായി ചെകുത്താനും വേദമോദം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഷേക്സ്പിയർ. കാർ അപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരന്റെ ചോരയിൽ ചവിട്ടിയ ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവന്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എന്റെ കണ്ണ്. ഇത് ആരുടെ വരികളാണ്? ഉത്തരം A അയ്യപ്പൻ. ദി ഫ്രൂട്ട്സ് ഓഫ് ഫിലോസഫി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ആനി ബസന്റ്. കുറ്റവും ശിക്ഷയും എഴുതിയത് ആരാണ്? ഉത്തരം ഫയദോർ ദസ്തയോവസ്കി. മുട്ടത്ത് വർക്കി അവാർഡ് നേടിയ മാവേലി മൺട്രം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം KJ ബേബി. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്കവേ ഹൃദയത്തിലുല്ലാവുന്നു നിർത്തി നിർമ്മല പൗർണമി. ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ, ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. നവഗ്രഹ കൃതികൾ രചിച്ച സംഗീതജ്ഞൻ? ഉത്തരം മുത്തുസ്വാമി ദീക്ഷിതർ. കോടതി ഭാഷ മലയാളത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമവകുപ്പ് ആരംഭിച്ച പ്രസിദ്ധീകരണം? ഉത്തരം നിയമധ്വനി. ദ റിയൽ ലൈഫ് മജീഷ്യൻ എന്ന ചെറുചിത്രം ആരുടെ കഥ പറയുന്നതാണ്? ഉത്തരം ഗോപിനാഥ് മുതുക്കാട്.
2019 തകഴി സ്മാരക പുരസ്കാര ജേതാവ്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. APJ അബ്ദുൽ കലാമിന്റെ ജീവചരിത്രം പ്രമേയമാക്കി നിർമ്മിക്കുന്ന സിനിമ? ഉത്തരം APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഉത്തരം രാജ്യസമാചാരം. മലയാളത്തിൽ ആദ്യമായി പത്രങ്ങളുടെ ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയത് ആരാണ്? ഉത്തരം കേരള കൗമുദി. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് പാടിയത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. വിശ്വരൂപം എന്ന പ്രസിദ്ധമായ നാടകത്തിന്റെ ശില്പി ആരാണ്? ഉത്തരം സുരാസു. NB മുഹമ്മദിന്റെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം മരം. തെരുവിൽ അജ്ഞാതനായി മരിച്ച നാടക പ്രവർത്തകനും സിനിമാ താരവുമായ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം സുരാസു. തിടമ്പ്, ഗൂർഖ എന്നിവ ഒരു പഴയകാല സിനിമാ താരത്തിന്റെ നോവലുകളാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം N ഗോവിന്ദൻകുട്ടി. ബഷീർ, വിജയൻ, മമ്മൂട്ടി പിന്നെ മറ്റു ചിലരും ആരുടെ അനുഭവക്കുറിപ്പുകളാണ്? ഉത്തരം ജമാൽ കൊച്ചങ്ങാടി. പ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ജേക്കബ് തോമസ്. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. കലാമണ്ഡലം സ്ഥാപിക്കുന്നതിനെ വള്ളത്തോളിനെ സഹായിച്ച രാജാവ്? ഉത്തരം മുകുന്ദരാജ. കേരള ഇബ്സൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം N കൃഷ്ണപിള്ള. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ലിപി സമ്പ്രദായം ഏതാണ്? ഉത്തരം വട്ടെഴുത്ത്. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ തുക എത്രയാണ്? ഉത്തരം 5 ലക്ഷം രൂപ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സേതു. ആൽക്കമിസ്റ്റ് ആരുടെ കൃതിയാണ്? ഉത്തരം പൗലോ കൊയ്ലോ. ദൈവത്തിന്റെ വികൃതികൾ എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം M മുകുന്ദൻ. PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണ്? ഉത്തരം ക്രൂപ്സ്കായ അവാർഡ്. നീർമാതളം പൂത്തുകാലം എന്ന കൃതി എഴുതിയത് ആരാണ്? ഉത്തരം മാധവിക്കുട്ടി. ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഒഡീസി, ഇലിയഡ്. എന്റെ കഥ ആരുടെ ആത്മകഥയാണ്? ഉത്തരം മാധവിക്കുട്ടി. ബോബനും മോളിയും ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം ടോംസ്. കന്നിക്കൊയ്ത്ത് എന്ന കാവ്യ സമാഹാരത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന നോവൽ ഏത് തെരുവിന്റെ കഥയാണ് പറയുന്നത്? ഉത്തരം മിഠായി തെരുവ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇത് ആരുടെ വരികളാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഈ വരികൾ ആരുടെ തൂലികയിൽ നിന്നുള്ളതാണ്? ഉത്തരം വൈലോപ്പിള്ളി. PN പണിക്കരുടെ ചരമദിനം? ഉത്തരം 1995 ജൂൺ 19. PN പണിക്കരുടെ ജന്മദിനം? ഉത്തരം 1909 മാർച്ച് 1. PN പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? ഉത്തരം അച്ഛൻ ഗോവിന്ദപിള്ള, അമ്മ ജാനകിയമ്മ. കേരളത്തിൽ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1996 ജൂൺ 19 മുതൽ. ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് രേവതി പട്ടത്താനത്തിന്റെ വിദ്വാൻ സദസ്സ് സമ്മേളിച്ചിരുന്നത്? ഉത്തരം കോഴിക്കോട്ടുള്ള തളിക്ഷേത്രം.
ഓർത്തോസ് മലബാറിക്കസ് എന്ന പ്രാചീന ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ഡോക്ടർ കെ.സി. മണിലാൽ. സ്വദേശാഭിമാനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം പത്രപ്രവർത്തനം. രാജ്യസഭ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവി? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ഉറുദു ചെറുകഥയുടെ ജനേതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം പ്രേംചന്ദ്. കാവ്യോപഹാരം എന്ന കവിതാ സമാഹാരത്തിന്റെ കർത്താവ്? ഉത്തരം കുറ്റിപ്പുറത്ത് കേശവൻ നായർ. കന്നഡയിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? ഉത്തരം കുമുദിനി. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? ഉത്തരം കോട്ടയം. പ്രൊഫസർ എം കെ സാനുവിന്റെ ആത്മകഥ? ഉത്തരം കർമ്മഗതി. ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന വിശ്രുത നോവലിന്റെ സൃഷ്ടാക്കളിൽ ഒരാളായ ഡൊമിനിക് ലാപ്പിയർ കൽക്കട്ട കേന്ദ്രമാക്കി ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ഏതാണ് അത്? ഉത്തരം ദി സിറ്റി ഓഫ് ജോയ്. എട്ടാമത്തെ മോതിരം ആരുടെ ആത്മകഥയാണ്? ഉത്തരം കെ എം മാത്യു. ഇതോ വാർദ്ധക്യം എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സുഗതകുമാരി. മാണിക്യവീണ രചിച്ചത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അനുഭവങ്ങൾ അഭിമതങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം എൻ കൃഷ്ണപിള്ള. നാടകക്കളരി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം ജി ശങ്കരപ്പിള്ള. കുന്താപ്പി ഗുലുഗുലു എന്ന നാടകം രചിച്ച തുപ്പേട്ടന്റെ യഥാർത്ഥ നാമം? ഉത്തരം സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഡേവിഡ് കോപ്പർഫീൽഡ്, ഒലിവർ ട്വിസ്റ്റ് എന്നീ നോവലുകൾ എഴുതിയ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ചാൾസ് ഡിക്കൻസ്. കാവ്യദർശനം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ദണ്ഡി. കേരള സംഗീത നാടക അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മാസിക? ഉത്തരം കേളി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക? ഉത്തരം തളിര്. അപകടം എന്റെ സഹയാത്രികൻ ഈ ഓർമ്മ പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം വി കെ മാധവൻകുട്ടി. ആർ കെ ലക്ഷ്മണന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ടണൽ ഓഫ് ടൈം. ഉജ്ജീവനം എന്ന ആനുകാലികത്തിന്റെ പത്രാധിപരായിരുന്ന സാഹിത്യകാരൻ? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിലെ ആദ്യ ബോധോദാര നോവലായ സ്വർഗദൂതൻ രചിച്ചത് ആരാണ്? ഉത്തരം പൂഞ്ഞിക്കര റാഫി. ഒ വി വിജയന്റെ പേരിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓട്ടുപുലാക്കിൽ വേലുക്കുട്ടി വിജയൻ. പ്രശസ്ത സാഹിത്യകാരനായ എൻ പി മുഹമ്മദിന്റെ മകനും എഴുത്തുകാരനുമാണ് ഇദ്ദേഹം. ആരാണ് ഇദ്ദേഹം? ഉത്തരം എൻ പി ഹാഫിസ് മുഹമ്മദ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി ആരാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. അക്കിത്തം ഏത് കൃതിയിലാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ എഴുതിയത്? ഉത്തരം 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിൽ. ആരോഗ്യ ചിന്താമണി എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ. ദ ലാസ്റ്റ് ഗേൾ എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം നാദിയ മുറാദ്. 2019 ജനുവരിയിൽ കുമാരനാശാന്റെ ഏത് കൃതിയുടെ 100-ാം വാർഷികമാണ് ആഘോഷിച്ചത്? ഉത്തരം ചിന്താവിഷ്ടയായ സീത. ഡ്രാക്കുള എന്ന രക്തരക്ഷസിനെ ചിത്രീകരിച്ച നോവലിസ്റ്റ്? ഉത്തരം ബ്രാം സ്റ്റോക്കർ. 1001 രാവുകൾ എന്താണ്? ഉത്തരം പേർഷ്യൻ കഥകൾ. അമർ ചിത്ര കഥകൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം അനന്ത പൈ. ഭാരത പര്യടനം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഉത്തരം നിരൂപണം. വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം രാമപുരത്ത് വാര്യർ. വയലാറിന്റെ സഞ്ചാര സാഹിത്യ കൃതി ഏതാണ്? ഉത്തരം പുരുഷാന്തരങ്ങളിലൂടെ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി എൻ പണിക്കർ.
കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ഉത്തരം ജൂൺ 25 വരെ. PN പണിക്കരുടെ മുഴുവൻ പേര് എന്തായിരുന്നു? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? ഉത്തരം 2004 ജൂൺ 19. ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം വിജയകൃഷ്ണന്റെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള പഠനം. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്? ഉത്തരം വില്യം ലോഗൻ. കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം VV അയ്യപ്പൻ. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ തൂലിക പടവാളാക്കിയ സാഹിത്യ നായകൻ ആരാണ്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. വന്ദേ മാതരം എന്ന ഗാനം ഉൾപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലാണ്? ഉത്തരം ആനന്ദമഠം. കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജോർജ് വർഗീസ്. ഈ റീഡിംഗ് എന്നതിൽ ഈ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ഇലക്ട്രോണിക്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഉത്തരം വില്യം ബർട്ടൺ യേഴ്സ്. MT വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1958. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ആരാണ്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. ഉമാ കേരളം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ഉള്ളൂർ. ചിത്രയുഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ദുലേഖ രചിക്കാൻ ചന്തുമേനോന് പ്രചോദനമേകിയ നോവൽ? ഉത്തരം ഇംഗ്ലണ്ടിൽ 2 പ്രാവശ്യം പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ ഡിസ്റോലി ബീക്കൺഫീൽഡ് എന്ന തൂലികാനാമത്തിൽ എഴുതിയ ഹെൻറിറ്റ ടെമ്പിൾ. എൻസൈക്ലോപീഡിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് കാണുന്നത് ഇംഗ്ലീഷ് കൃതിയായ ദി ഗവർണറിലാണ്. ആരാണ് ഇത് രചിച്ചത്? ഉത്തരം തോമസ് എലിയോട്ട്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തോട് ഉപമിക്കപ്പെടുന്ന പാശ്ചാത്യ കൃതി ഏതാണ്? ഉത്തരം മാക്കിയവെല്ലിയുടെ ദി പ്രിൻസ്. കൊട്ടെ കൃഷ്ണമാരാരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാക്കിയ കൃതി? ഉത്തരം കലാജീവിതം തന്നെ. കൊട്ടെ കൃഷ്ണമാരാർ രചിച്ച വൃത്തശാസ്ത്ര സംബന്ധിയായ കൃതി? ഉത്തരം വൃത്തശില്പം. പുതുപ്പള്ളി രാഘവന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം വിപ്ലവ സ്മരണകൾ. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നുവോ? ഇത് ആരുടെ വരികളാണ്? ഉത്തരം കടമ്മനിട്ട രാമകൃഷ്ണൻ. ഓസ്കാർ അവാർഡ് ജേതാവായ റസൂൽ പൂക്കുറ്റിയുടെ ആത്മകഥ ഏതാണ്? ഉത്തരം ശബ്ദതാരാപദം. കന്നഡയിലെ ആദ്യത്തെ അപസർപ്പക നോവൽ ഏതാണ്? ഉത്തരം ചോരഗ്രഹണ തന്ത്ര. ആചാര്യ ഹൂവിന് ശേഷം ഹൂ എന്നീ നർമ്മകഥകളുടെ കർത്താവ്? ഉത്തരം VKN. കൈനിക്കര കുമാരപ്പിള്ള രചിച്ച നാടകം ഏതാണ്? ഉത്തരം കാൽവരിയിലെ കൽപ്പപാതാപം. ജുറാസിക് പാർക്ക് എന്ന സ്റ്റീവൻ സ്പിൽബർഗ് ചിത്രം അതേ പേരിൽ രചിച്ച ഒരു നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്. ഈ പ്രസ്തുത നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ ക്രിസ്റ്റൺ. ചമയങ്ങളില്ലാതെ ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ഉത്തരം മമ്മൂട്ടി. സഫലം കലാപഭരിതം ആരുടെ കൃതിയാണ്? ഉത്തരം KPP നമ്പ്യാർ. സുരേന്ദ്രനാഥ ബാനർജി രചിച്ച പ്രശസ്തമായ കൃതി? ഉത്തരം എ നേഷൻ ഇൻ മേക്കിംഗ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ഉത്തരം തകഴിയുടെ കഥകൾ. സ്പൈസസ് ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന മാസിക? ഉത്തരം സ്പൈസ് ഇന്ത്യ.
ദി വൈറ്റ് കമ്പനി എന്ന ചരിത്ര നോവൽ എഴുതിയത് വിശ്വപ്രസിദ്ധനായ ഒരു കുറ്റാന്വേഷണ കഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ഉത്തരം സർ ആർതർ കോനൻ ഡോയൽ. ആനിമൽ ഫാം എന്ന ആക്ഷേപഹാസ്യകൃതി രചിച്ചത് ആരാണ്? ഉത്തരം ജോർജ് ഓർവെൽ. പ്രശസ്ത സാഹിത്യകാരനായ ആനന്ദിന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം പി സച്ചിദാനന്ദൻ. മാധവിക്കുട്ടിയുടെ ഏത് കഥയാണ് മഴ എന്ന സിനിമയ്ക്ക് അടിസ്ഥാനം? ഉത്തരം നഷ്ടപ്പെട്ട നീലാംബരി. കുടിയേറ്റ കർഷക ജീവിത ചിത്രീകരണം നടത്തുന്ന എസ്.കെയുടെ നോവൽ? ഉത്തരം വിഷകന്യക. മലാലയുടെ ജീവിത കഥ പറയുന്ന സിനിമ? ഉത്തരം ഗുൽമക്കായ്. സംവിധായകൻ അംജദ് ഖാൻ. 2018 66ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ വിന്നർ? ഉത്തരം അമിതാഭ് ബച്ചൻ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദ്വിതിരാജ് ഗോവിന്ദ് ഫാൽക്കെ. ആദ്യ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ദേവിക റാണി 1969. ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ. കൂടിയാട്ടത്തിന്റെ സാങ്കേതിക വ്യവസ്ഥകൾ വിവരിക്കുന്ന കൃതികൾക്ക് പറയുന്ന പേര്? ഉത്തരം ആട്ടപ്രകാരം. മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കത്ത് പാച്ചുമൂത്തത്. മലയാളത്തിലെ ആദ്യ മണിപ്രവാള ലക്ഷണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം ലീലാതിലകം. ഓർത്തോസ് മലബാറിക്കസ് എന്ന കൃതിയുടെ മൂലകൃതി ഏതാണ്? ഉത്തരം ഇട്ടി അച്യുതന്റെ കേരളാരാമം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കവിതാ പുസ്തകം ഏതാണ്? ഉത്തരം രമണൻ. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്? ഉത്തരം 1945 സെപ്റ്റംബർ 14. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം എസ്.ആർ. രംഗനാഥൻ. ഉപ്പ് എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം ഒ.എൻ.വി. കുറുപ്പ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചെറുശ്ശേരി. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സി ഗോവിന്ദ പിഷാരടി. തോപ്പിൽ ഫാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഭാസ്കരൻ പിള്ള. നാളികേരള പാകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഉള്ളൂർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം പി കുഞ്ഞിരാമൻ നായർ. ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബാല്യ ഒന്ന് ഏത് കൃതിയിലുള്ളതാണ്? ഉത്തരം ബാല്യകാല സഖി. അപ്പുക്കിളി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച നോവലിസ്റ്റ് ആരാണ്? ഉത്തരം ഒ.വി. വിജയൻ. കയ്യൂർ സമര പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ? ഉത്തരം ചിരസ്മരണ. അടിയന്തരാവസ്ഥാ ജീവിതം പ്രതിപാദിക്കുന്ന സന്തോഷ് കുമാറിന്റെ നോവൽ? ഉത്തരം അന്ധകാര നാഴി. അധ്യാപക കഥകൾ എഴുതി വിഖ്യാതനായ കഥാകൃത്ത്? ഉത്തരം കാരൂർ നീലകണ്ഠപിള്ള. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം കെ ശ്രീകുമാർ. ദൈവമേ കൈത്തൊഴാം എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥനാ ഗാനം രചിച്ച കവി ആരാണ്? ഉത്തരം പന്തളം കേരളവർമ്മ. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്ന ഗണത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. ഏതാണ് ഈ നോവൽ? ഉത്തരം ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ആനന്ദ്. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം? ഉത്തരം ചെറുതുരുത്തി തൃശൂർ. ദേശീയ ഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ.
ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള തിരക്കഥ ഏതാണ്? ഉത്തരം മുറപ്പെണ്ണ്. ടോൾസ്റ്റോയിയുടെ അവസാന രചന? ഉത്തരം ഹാജി മുറാദ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ തർജ്ജമ ചെയ്ത നോവൽ? ഉത്തരം അക്ബർ. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. പാടാത്ത പൈങ്കിളി എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം മുട്ടത്ത് വർക്കി. തകഴിയുടെ ഏറ്റവും വലിയ നോവൽ? ഉത്തരം കയർ. നളിനി എന്ന ഖണ്ഡകാവ്യത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം കുമാരനാശാൻ. ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥ? ഉത്തരം മൈ സ്റ്റോറി. MP വീരേന്ദ്രകുമാറിന് 2010 സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത സഞ്ചാര വിവരണ കൃതി ഏതാണ്? ഉത്തരം ഹൈമവത പൂവിൽ. MP അബ്ദുള്ളക്കുട്ടിയുടെ ആത്മകഥ? ഉത്തരം നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി. മൻമോഹൻ സിംഗിന്റെ മകൾ ദാമൻ സിംഗ് രചിച്ച പുസ്തകം? ഉത്തരം ദ സീക്രട്ട് ഗ്രോവ്. MTയുടെ മഞ്ഞ് എന്ന നോവലിന് പശ്ചാത്തലമായ ഭൂവിഭാഗം? ഉത്തരം നൈനിറ്റാൾ. പേരുവഴി അമ്പലം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം P പത്മരാജൻ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഉള്ളൂർ. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം നവഭാരത ശില്പികൾ. ലോക സാഹിത്യത്തിൽ പ്രസിദ്ധി നേടിയ ദി ഡെഡ് എന്ന ചെറുകഥയുടെ കർത്താവ്? ഉത്തരം ജെയിംസ് ജോയ്സ്. ബോസ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം ചാൾസ് ഡീക്കൻസ്. ഇന്ത്യയിലെ തന്റെ ബാല്യകാല ജീവിതത്തെ അടിസ്ഥാനമാക്കി റോഡ്യാർഡ് കിപ്ലിംഗ് രചിച്ച നോവൽ? ഉത്തരം കിം. ക്രാന്തദർശികൾ രചിച്ചത് ആരാണ്? ഉത്തരം S ഗുപ്തൻ നായർ. KM മാത്യു ഏത് രംഗത്ത് പ്രശസ്തനായിരുന്നു? ഉത്തരം പത്രപ്രവർത്തനം. മാർട്ടിൻ ഏഡൻ എന്ന ആത്മകഥാപരമായ നോവലിലൂടെ പ്രശസ്തനായ അമേരിക്കൻ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ജാക്ക് ലണ്ടൻ. 2020 ജനുവരി 28 അന്തരിച്ച വാരണാസി വിഷ്ണു നമ്പൂതിരി കഥകളിയുടെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മദ്ദളം. 2020 ജനുവരി 28 അന്തരിച്ച പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം ജമീല മാലിക്. 2020 നാടൻ പാട്ടിനുള്ള മികവിന് പത്മശ്രീ ലഭിച്ചത് ആർക്കാണ്? ഉത്തരം മധു മൻസാരി. നാനോ ടെക്നോളജിയിലുള്ള മികവിന് 2020 പത്മശ്രീ ലഭിച്ച മലയാളി? ഉത്തരം ഡോക്ടർ പ്രദീപ്. 2020 പത്മശ്രീ ജേതാക്കളായ ബോംബെ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ലളിത സരോജ. അഖിലാണ്ട മണ്ഡലം മണിയെ ചുരുക്കി എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം പന്തളം KP രാമൻ പിള്ള. കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. ക്യാൻസർ വാർഡിലെ ചിരി ഏത് നടന്റെ ആത്മകഥയാണ്? ഉത്തരം ഇന്നസെന്റ്. ആരുടെ രാജസദസ്സിലെ കവിയായിരുന്നു ചെറുശ്ശേരി? ഉത്തരം ഉദയവർമ്മ രാജാവിന്റെ. അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം നശിക്കാത്തത്. ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം വായന. വായനാ ദിനമായി ആചരിക്കുന്ന ദിവസം? ഉത്തരം ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കർ. കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1996 മുതൽ. ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 2017 മുതൽ. നായ കഥാപാത്രമായ തകഴിയുടെ കഥ?
ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. കഥകൾ മാത്രം എഴുതുന്ന കഥാകാരൻ ആരാണ്? ഉത്തരം ടി പത്മനാഭൻ. സംവിധായകൻ ജോൺ എബ്രഹാമിന്റെ കഥാസമാഹാരം ഏതാണ്? ഉത്തരം നേർച്ചക്കോഴി. MTയുടെ ആദ്യ കഥാസമാഹാരം ഏതാണ്? ഉത്തരം രക്തം പുരണ്ട മൺതരികൾ. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ഇത് ആരുടെ വരികളാണ്? ഉത്തരം കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു, നടുനിവർക്കാൻ ഒരു കുളിർ നിഴൽ നടന്നു. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ONV കുറുപ്പ്. രാത്രി മഴ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സുഗതകുമാരി. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ശാന്തി പ്രസാദ് ജെയിൻ. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2017. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി? ഉത്തരം PN പണിക്കർ. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഉത്തരം വാസനാവികൃതി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേര് എന്താണ്? ഉത്തരം നാഷണൽ ബുക്ക് സ്റ്റാൾ. ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. ബ്ലോഗ് എന്നാൽ എന്താണ്? ഉത്തരം ബ്ലോഗിനെ അടിസ്ഥാനമാക്കിയുള്ള ബുക്ക്. മലയാളത്തിലെ ആദ്യ ബ്ലോക്കിന്റെ പേര്? ഉത്തരം കൊടകര പുരാണം. മലയാളത്തിലെ ആദ്യ ഇന്റർനെറ്റ് പത്രം? ഉത്തരം ദീപിക. മലയാളത്തിലെ ആദ്യ മാഗസിൻ? ഉത്തരം പുഴ.com. ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കുട്ടികളുടെ നോവൽ ആരാണ് രചിച്ചത്? ഉത്തരം മുട്ടത്ത് വർക്കി. ചെമ്മീൻ ഏത് കടൽ തീരത്തെ കഥയാണ്? ഉത്തരം പുറക്കാട്ട്. ജുറാസിക് പാർക്ക് എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ ക്രിക്ടൺ. വഴി വെളിച്ചങ്ങൾ ആരുടെ കൃതിയാണ്? ഉത്തരം APJ അബ്ദുൽ കലാം. ഒരു അധ്യാപകന്റെ ജീവിതം ചിത്രീകരിക്കുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ നോവൽ? ഉത്തരം പ്രൊഫസർ. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി? ഉത്തരം ശാന്തി പ്രസാദ് ജെയിൻ. മലയാള ഭാഷയുടെ ഉൽപ്പത്തി ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? ഉത്തരം തമിഴ്. മലയാളം ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ദ്രാവിഡം. JBS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിശ്വസാഹിത്യകാരൻ ആരാണ്? ഉത്തരം ജോർജ് ബെർണാഡ് ഷാ. അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മാക്സിം ഗോർക്കി. പുറത്തി എന്ന കവിതയുടെ രചയിതാവ്? ഉത്തരം കടമ്മനിട്ട. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപവൽക്കരിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കർ. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ആരാണ്? ഉത്തരം KP കേശവമേനോൻ. സൂര്യൻ നമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ഇന്ദുലേഖ. ചിലപ്പതികാരത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഏത് രാജാവിന്റെ ഭരണകാലമാണ്? ഉത്തരം ചേരൻ ചെങ്കുട്ടവൻ. കന്നഡയിലെ ആദ്യ സാമൂഹ്യ നോവൽ ഏതാണ്? ഉത്തരം സുദർശന. നവരത്നങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതന്മാർ ആരുടെ രാജസദസ്സിലാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ചന്ദ്രഗുപ്ത മൗര്യന്റെ. വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം രാമാനുജം.
പള്ളി ചെല്ലമ്മ എന്ന നോവലിന്റെ കർത്താവ്? ഉത്തരം ജി വിവേകാനന്ദൻ. രണ്ടിടങ്ങഴി എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. മുറപ്പെണ്ണ് എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. ഉറൂബിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ? ഉത്തരം സുന്ദരികളും സുന്ദരന്മാരും. ഭദ്രകാളിയുടെ ചരിത്രം ഭദ്രോൽപ്പത്തി എന്ന പേരിൽ മലയാളത്തിലും സംസ്കൃതത്തിലുമായി രചിച്ചത് ആരാണ്? ഉത്തരം ടി സുബ്രഹ്മണ്യൻ തിരുമുൻപ്. ചേലനാട്ട് അച്യുതമേനോന്റെ ആത്മകഥ ഏതാണ്? ഉത്തരം സ്മരണാഞ്ജലി. കുഞ്ഞണ്ണി മാഷിന്റെ ആത്മകഥ? ഉത്തരം എന്നിലൂടെ. കേളി സൗധം എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ആരാണ്? ഉത്തരം ഇ വി കൃഷ്ണപിള്ള. കലാപം, വിവാദം, വിലയിരുത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ പി അപ്പൻ. ഭാഷാ കൗടില്യം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം കെ എൻ എഴുത്തച്ഛൻ. ഹെർക്യൂൾ പൊയ്റോട്ട് എന്ന വിഖ്യാത കുറ്റാന്വേഷകന്റെ സൃഷ്ടാവ് ആരാണ്? ഉത്തരം അഗത ക്രിസ്റ്റി. മേഘ സന്ദേശത്തിന് മേഘഛായ എന്ന പേരിൽ തർജ്ജമ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. തമിഴ് മഹാകവി ഭാരതിദാസന്റെ യഥാർത്ഥ നാമധേയം എന്താണ്? ഉത്തരം സുബരത്നം. കേശവീയ മഹാകാവ്യത്തിന്റെ ഇതിവൃത്തം? ഉത്തരം ശ്യാമന്തകം കഥ. വള്ളത്തോളിന്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ മാസിക? ഉത്തരം ആത്മപോഷിണി. ഏത് സംസ്കൃത നാടകത്തിന്റെ അവതരണത്തിലാണ് പറക്കും കൂത്ത് ഉള്ളത്? ഉത്തരം ഹർഷകന്റെ നാഗാനന്ദം. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതി? ഉത്തരം ചങ്ങാതി. 2020 ഫെബ്രുവരി 10 80ാമത് വാർഷികം ആഘോഷിച്ച കാർട്ടൂൺ പരമ്പര? ഉത്തരം ടോം ആൻഡ് ജെറി. ബ്ലാക്ക് സ്റ്റേജ് ദി സ്റ്റോറി ബിഹൈൻഡ് ഇന്ത്യസ് ഹൈ ഗ്രോത്ത് ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം മൊണ്ടേക് സിംഗ് അലുവാലിയ. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? ഉത്തരം നർത്തകി നടരാജ്. നർത്തകി നടരാജ് ഏത് കലയിലാണ് പ്രശസ്തമായത്? ഉത്തരം ഭരതനാട്യം. മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ രചന ഏതാണ്? ഉത്തരം അഞ്ചടികൾ. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഈ വരികൾ ഏത് ഉപനിഷത്തിലുള്ളതാണ്? ഉത്തരം ബൃഹദാരണ്യക ഉപനിഷത്ത്. ഒരു ജ്ഞാനപീഠ ജേതാവിന്റെ കൃതിയാണ് ആരണ്യത്തിന്റെ അധികാരം. ആരാണ് ഈ എഴുത്തുകാരി? ഉത്തരം മഹാശ്വേത ദേവി. ശിവാജി സാവന്തിന്റെ പ്രശസ്തമായ നോവൽ? ഉത്തരം കർണൻ. മുൻ കർണാടക മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലിയുടെ നോവൽ? ഉത്തരം കൊട്ട. പടയാളി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം സർദാർ കെ എം പണിക്കർ. അധ്യാത്മയുദ്ധം എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ഒരു നായയെ കേന്ദ്ര കഥാപാത്രമാക്കി പരിണാമം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം എം പി നാരായണപിള്ള. വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? ഉത്തരം 500 സർഗങ്ങളിലായി 24,000 ശ്ലോകങ്ങൾ. പണപ്പട്ടന്റെ പുരാതനമായ കൃതി? ഉത്തരം കാദംബരി. ദാർശനിക കൃതിയായ ബ്രഹ്മസൂത്ര ഭാഷ്യം ആരുടേതാണ്? ഉത്തരം ശങ്കരാചാര്യർ. പ്രാചീന തമിഴ് കവിയായ മണിമേഖല രചിച്ചത് ആരാണ്? ഉത്തരം ചാത്തനാർ. ദി കൂലി, ദി അൺടച്ചബിൾ എന്നീ ഇംഗ്ലീഷ് കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം മുൽക്കുരാജ് ആനന്ദ്. ഭർതൃഹരിയുടെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം നീതിശതകം. കിരാതാർജുനീയം മഹാകാവ്യം ആരുടെ കൃതിയാണ്? ഉത്തരം ഭാരവി. കേരള ലളിതകല അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ആനുകാലികം? ഉത്തരം ചിത്രവാർത്ത.
ഡ്രാക്കുള എന്ന നോവലിന്റെ ശതാബ്ദി വർഷമായിരുന്നു 1997. ആരാണ് വിഖ്യാതമായ ഈ നോവൽ രചിച്ചത്? ഉത്തരം ബ്രാം സ്റ്റോക്കർ. ബുദ്ധൻ പിറന്ന നാട്ടിൽ ആരുടെ യാത്രാ വിവരണമാണ്? ഉത്തരം KL മോഹനവർമ്മ. മഹാഭാരതത്തിന്റെ നിരൂപണ രൂപത്തിലുള്ള കൃതിയാണ് ഭാരത പര്യടനം. ആരാണ് ഇത് രചിച്ചത്? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ. KR രാജരാജവർമ്മയുടെ വിലാപത്തിൽ അനുശോചിച്ച് ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം? ഉത്തരം പ്രരോദനം. 2019 ONV സ്മാരക പുരസ്കാരം വിന്നർ? ഉത്തരം T പത്മനാഭൻ. ശക്തിയുടെ കവി, ഗ്രാമീണ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഇടശ്ശേരി. ഉടലായം സിനിമ സംവിധായകൻ ആരാണ്? ഉത്തരം ഉണ്ണികൃഷ്ണൻ ആവള. ഗോത്രവർഗക്കാരുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും കഥ പറയുന്ന സിനിമയാണ് ഉടലായം. ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ദ സോൾ ഓഫ് ബട്ടർഫ്ലൈ. ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 2007. മലയാളത്തിലെ ആദ്യത്തെ ഹിന്ദി മലയാളം നിഘണ്ടുവിന്റെ കർത്താവ്? ഉത്തരം അഭയദേവ്. രമണൻ എന്ന കൃതി രചിക്കാൻ ചങ്ങമ്പുഴിയെ പ്രേരിപ്പിച്ച കൃതി? ഉത്തരം ഷെപ്പേർഡ് കലണ്ടർ. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ഏതാണ്? ഉത്തരം സ്വർഗദൂതൻ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്താണ്? ഉത്തരം സാഹിത്യലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? ഉത്തരം ഗ്രന്ഥാലോകം. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേര് എന്താണ്? ഉത്തരം നാഷണൽ ബുക്ക് സ്റ്റാൾ. കേരളത്തിന്റെ ഭരണഭാഷ ഏതാണ്? ഉത്തരം മലയാളം. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം. ആധുനിക മലയാള വ്യാകരണത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം കേരള പാണിനീയം. ഒന്നൊന്നെങ്ങനെ എഴുതാം, വളവും വേണ്ട ചെരിവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. സ്വന്തം ജീവിത അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ആസ്വാദികരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സാഹിത്യരൂപം? ഉത്തരം ആത്മകഥ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിൽ അന്ന് ആറ്റുനോറ്റിട്ടൊരു ഉണ്ണി പിറന്നു. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഇടശ്ശേരി. ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനത്തിന്റെ പേര്? ഉത്തരം ജാസ്മിൻ ഡേയ്സ്. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നേടിയ സാഹിത്യകാരൻ? ഉത്തരം MT വാസുദേവൻ നായർ. ഏത് ദിവസമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച PN പണിക്കരുടെ ചരമദിനം ഏത് ദിനമായാണ് നാം ആചരിക്കുന്നത്? ഉത്തരം വായനാ ദിനം. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവയിൽ നാരായണ പണിക്കർ. ഭഗവത്ഗീതയുടെ കർത്താവ് ആരാണ്? ഉത്തരം വേദവ്യാസൻ. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ഉത്തരം ശങ്കരാഭരണം. ഒരു കാലത്ത് മലയാളികളെ കുടുകുട ചിരിപ്പിച്ച ബോബനും മോളിയും ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം ടോംസ്. കേരളത്തിലെ പ്രഥമ സാഹിത്യ മാസിക ഏതാണ്? ഉത്തരം വിദ്യാവിലാസിനി. കബോധ സന്ദേശത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഭാഷാ പിതാവായ എഴുത്തച്ഛന്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ. ഗോദേ കാത്ത് എന്ന നാടകം വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം കടമ്പനിട്ട. ഹാംലെറ്റ്, 12-ാം രാവ്, ഒഥല്ലോ, ജൂലിയസ് സീസർ, വെനീസിലെ വ്യാപാരി, ടെംപെസ്റ്റ് മുതലായവ ഏത് ലോകോത്തര സാഹിത്യകാരന്റെ നാടകകൃതികളാണ്? ഉത്തരം വില്യം ഷേക്സ്പിയർ.
റസ്കിൻ രചിച്ച ആൻഡ് ടു ദി ലാസ്റ്റ് ഏത് പേരിലാണ് ഗാന്ധിജി വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം സർവോദയ. രാമായണം രചിച്ചത് ആരാണ്? ഉത്തരം VT ജയദേവൻ. മാർ ക്രിസോസ്റ്റം മെത്രോപൊലിത്തയുടെ ഫലിതങ്ങൾ ഏത് പേരിലാണ് പുറത്തിറങ്ങിയത്? ഉത്തരം തിരുഫലിതങ്ങൾ. റെഡ് ഇന്ത്യൻ മൂപ്പനായ സിയാറ്റിൻ മൂപ്പന്റെ പ്രശസ്തമായ കൃതി? ഉത്തരം ഞങ്ങൾ നിങ്ങൾക്ക് ഭൂമി വിറ്റാൽ. ഓംചേരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം N നാരായണപിള്ള. നവഭാരത ശില്പികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം KP കേശവമേനോൻ. കാമസൂത്രം രചിച്ച സംസ്കൃത പണ്ഡിതൻ? ഉത്തരം വാത്സ്യായനൻ. ഒരു കവിയുടെ ഡയറി ആരുടെ ആത്മകഥയാണ്? ഉത്തരം വയലാർ രാമവർമ്മ. ഒരു പ്രശസ്ത ഗാനരചയിതാവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നീലക്കുയിൽ. ആരുടേതാണ് ഇത്? ഉത്തരം P ഭാസ്കരൻ. ഇന്നലെ ചെയ്തൊരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെയും ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ. ആരുടെ വരികളാണ് ഇത്? ഉത്തരം കുമാരനാശാൻ. കതിര് കാണാക്കിളി, അൾത്താര, ഇരുമ്പുമറ എന്നിവ ഒരു പ്രസിദ്ധ സാഹിത്യകാരൻ രചിച്ച നാടകങ്ങളാണ്. ആരാണ് ഇത് രചിച്ചത്? ഉത്തരം പൊൻകുന്നം വർക്കി. KP അപ്പൻ ഏത് സാഹിത്യ ശാഖയിലാണ് പ്രധാനമായും വ്യാപൃതനായിരുന്നത്? ഉത്തരം സാഹിത്യ വിമർശനം. MT വാസുദേവൻ നായർ എഴുതിയ നാടകത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഗോപുരനടയിൽ. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം CV രാമൻപിള്ള. ഋതുക്കളുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചെറുശ്ശേരി. തത്വമസി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം സുകുമാർ അഴീക്കോട്. ബിലാത്തി വിശേഷം ആരുടെ യാത്രാ വിവരണമാണ്? ഉത്തരം KP കേശവമേനോൻ. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം ഉറുദു ഭാഷ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമത് കളി നിങ്ങളെ തൻ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ എത്ര എണ്ണമാണ്? ഉത്തരം 11. ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ ഏതാണ്? ഉത്തരം തമിഴ്. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നീ മൂവർ സംഘം ഏത് രീതിയിലാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്? ഉത്തരം പ്രാചീന കവിത്രയം. മലയാളത്തിലെ ആദ്യ വിദ്യാലയ പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം 1864 പുറത്തിറങ്ങിയ വിദ്യാസംഗ്രഹം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാഗസിൻ ഏതാണ്? ഉത്തരം 1881 പുറത്തിറങ്ങിയ വിദ്യാവിലാസിനി. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസിക ഏതാണ്? ഉത്തരം ധന്വന്തിരി. മലയാളത്തിലെ ആദ്യത്തെ കൃഷി മാസിക ഏതാണ്? ഉത്തരം കൃഷിക്കാരൻ. കേരളവർമ്മ വിവർത്തനം ചെയ്ത ഡച്ച് നോവൽ ഏതാണ്? ഉത്തരം അക്ബർ. ഋഗ്വേദം വിവർത്തനം ചെയ്ത കവി? ഉത്തരം വള്ളത്തോൾ. ലോക പ്രശസ്തമായ കാർട്ടൂൺ കഥാപാത്രമായ മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം വാൾട്ട് ഡിസ്നി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കേരളവർമ്മ വലിയ കൊയ് തമ്പുരാൻ. ഭൂമിയുടെ അവകാശികൾ ആരുടെ കൃതിയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? ഉത്തരം ഭാനു അത്തയ്യ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ പ്രഥമ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം അമൃത പ്രീതം.
ധനാഠ്യരെ ധർമ്മവഴിക്ക് നിങ്ങൾ കാണിക്ക വയ്ക്കുന്ന മുത്തിനേക്കാൾ കൂലിപ്പണിക്കാരിവർ തന്നെ വിയർപ്പു നേർത്തുള്ളിയാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടം. ആരുടെ വരികളാണ് ഇത്? ഉത്തരം വള്ളത്തോൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ PK ബാലകൃഷ്ണന്റെ നോവൽ. ഉത്തരം ഇനി ഞാൻ ഉറങ്ങട്ടെ. പുരാണത്തിൽ യമധർമ്മൻ മനുഷ്യരുടെ ഗുണദോഷങ്ങൾ ഏത് പുസ്തകത്തിലാണ് എഴുതി വച്ചിട്ടുള്ളത്? ഉത്തരം അഗ്രസന്ധാനി. അഥർവവേദത്തിന്റെ കർത്താവ്. ഉത്തരം അഥർവരണൻ. കന്നഡ ചെറുകഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഉത്തരം മാസ്തി വെങ്കടേശ്വര അയ്യങ്കാർ. കാളിദാസ് സമ്മാൻ സാഹിത്യ പുരസ്കാരം നൽകുന്നത് ആരാണ്? ഉത്തരം മധ്യപ്രദേശ് സർക്കാർ. സപ്തശതകം രചിച്ചത് ആരാണ്? ഉത്തരം ഹാലൻ. ത്രിലോക സഞ്ചാരി എന്ന നാമത്തിൽ ഫലിതലേഖനങ്ങൾ എഴുതിയത് ആരാണ്? ഉത്തരം EV കൃഷ്ണപിള്ള. ബുദ്ധമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം. ഉത്തരം ത്രിപീഠിക്. ഷാജഹാന്റെ ഭരണകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബാദ്ഷനമ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം അബ്ദുൽ ഹമീദ്. കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മഹാപ്രതിഭകൾ ആരെല്ലാമാണ്? ഉത്തരം അഷ്ടദിഗ്ഗജങ്ങൾ. ഹിതാബ് ഉൽ ഹിന്ദി ആരുടെ കൃതികളാണ്? ഉത്തരം അൽ ബൈറൂണി. മലയാളത്തിലെ ആദ്യകാല ഉപന്യാസ സമാഹാരമായ മംഗളമാല പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം അപ്പൻ തമ്പുരാൻ. സംഗീതസാരം എന്ന സംഗീത ശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം മാതംഗമുനി. കുഞ്ചൻ നമ്പ്യാർ രചിച്ച സംഗീത ശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം താളപ്രസ്ഥാരം. രവീന്ദ്ര സംഗീതം ആവിഷ്കരിച്ച മഹാകവി ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ആരാണ് പ്രസിദ്ധമായ പഞ്ചരത്ന കീർത്തനങ്ങൾ രചിച്ചത്? ഉത്തരം ത്യാഗരാജസ്വാമികൾ. സാഹിത്യവാരഫലം എന്ന പ്രസിദ്ധമായ സാഹിത്യ പംക്തി തയ്യാറാക്കിയിരിക്കുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം M കൃഷ്ണൻ നായർ. പള്ളിക്കും പൗരോഹിത്യത്തിനുമെതിരെ ശബ്ദമുയർത്തിയ കഥാകാരൻ ആരാണ്? ഉത്തരം പൊൻകുന്നം വർക്കി. ഹൃദയവും ഞാനും, ഗ്രഹപാഠം, ഉപജന്മം എന്നീ കൃതികൾ ആരുടേതാണ്? ഉത്തരം TV കൊച്ചുബാവ. ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൻ 1000 സൗരമണ്ഡലം. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം അക്കിത്തം. വണ്ടിപ്പറമ്പന്മാർ എന്ന നോവലിന്റെ സൃഷ്ടാവ്? ഉത്തരം VT നന്ദകുമാർ. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് പ്രഖ്യാപിച്ച കുറിയ മനുഷ്യൻ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. എഴുതിയപ്പോൾ കരഞ്ഞു പോയ കഥ എന്ന് MT പറയുന്ന കഥ എന്താണ്? ഉത്തരം നിന്റെ ഓർമ്മയ്ക്ക്. മാതൃസ്നേഹം വിഷയമാക്കിയ ഇടശ്ശേരിയുടെ കവിത? ഉത്തരം ഭൂതപ്പാട്ട്. പരിസ്ഥിതി പ്രശ്നം ചർച്ച ചെയ്യുന്ന ഇടശ്ശേരി കവിത? ഉത്തരം കുറ്റിപ്പുറം പാലം. കാഴ്ച വൈകല്യം ഉള്ളവർക്കായുള്ള മലയാളം ടെക്സ്റ്റ് എഡിറ്റർ ഏതാണ്? ഉത്തരം ബ്രെയിൻ മൊഴി. മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏതാണ്? ഉത്തരം രാമചന്ദ്ര വിലാസം. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏതാണ്? ഉത്തരം രാജ്യസമാചാരം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം ചെമ്മനം ചാക്കോ. വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ആശാ കേരളം രചിച്ചത് കുമാരനാശാനാണ്. സ്നേഹഗായകൻ എന്നും കുമാരനാശാൻ അറിയപ്പെടുന്നു. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയും കുമാരനാശാനാണ്. എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് രചിച്ച കവിതയാണ് എന്റെ ഗുരുനാഥൻ.
കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം AR രാജരാജവർമ്മ. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം M മുകുന്ദൻ. 2018 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി? ഉത്തരം അമിതാഭ് ഘോഷ്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കർ. 1926 PN പണിക്കർ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനാശാലയുടെ പേര്? ഉത്തരം സനാതനധർമ്മം. കേരളത്തിലെ ആദ്യ വായനശാലയാണ് സനാതനധർമ്മം. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽപ്പെട്ട് PN പണിക്കർ ഗ്രന്ഥശാല സംഘത്തിന്റെയും ആരും അല്ലാതായി തീരുകയും അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനം രൂപവൽക്കരിക്കുകയും അതിന്റെ പ്രവർത്തകനായി മാറുകയും ചെയ്തു. ഏതാണ് ആ പ്രസ്ഥാനം? ഉത്തരം കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി അല്ലെങ്കിൽ കാൻഫെഡ്. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആരാണ്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? ഉത്തരം VV അയ്യപ്പൻ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം പാറമേക്കൽ തോമാ കത്തനാർ. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവലായ ഭാസ്കര മേനോൻ എഴുതിയത് ആരാണ്? ഉത്തരം അപ്പൻ തമ്പുരാൻ. നായക കേന്ദ്ര കഥാപാത്രമാകുന്ന തകഴിയുടെ പ്രസിദ്ധമായ കഥ? ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. കന്നഡയിലെ ആദ്യ മനഃശാസ്ത്ര നോവൽ ഏതാണ്? ഉത്തരം അന്തരംഗ. കർണാടക സംഗീതത്തിന്റെ പിതാവ്? ഉത്തരം പുരന്ദരദാസ്. ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരിൽ നിന്നും പട്ടും വളയും സമ്മാനമായി ലഭിച്ച മലയാള കവി? ഉത്തരം കുമാരനാശാൻ. 1903 മഹാകവി ഉള്ളൂർ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ഒരു മലയാള കാവ്യമാണ് ദ പീകോക്ക് മെസഞ്ചർ. ഏതായിരുന്നു ആ കാവ്യം? ഉത്തരം മയൂര സന്ദേശം. തമിഴിലെ ആദ്യകാല സാഹിത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സംഘ സാഹിത്യം. സംഘകാല കൃതികളെ എത്ര വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? അവ ഏവ? ഉത്തരം 2. എടുത്തക്കൈ പത്തുപ്പാട്ട്. ആര്യന്മാരുടെ ഭാഷ? ഉത്തരം സംസ്കൃതം. മലയാളത്തിലെ ആദ്യത്തെ പ്രണയകഥയായി അറിയപ്പെടുന്ന കഥ? ഉത്തരം കല്യാണിക്കുട്ടി. ഓർത്താൽ വിസ്മയം എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം കലാമണ്ഡലം ഹൈദരാലി. നൊബേൽ സമ്മാനവും ഓസ്കാർ അവാർഡും നേടിയ ഏക വ്യക്തി? ഉത്തരം ബെർണാഡ് ഷാ. അമ്മയ്ക്കൊപ്പം വളർത്തിയിടും അച്ഛനൊപ്പം ഹിതം തരും വേളിക്കൊപ്പം സുഖിപ്പിക്കും വിദ്യാസർവർത്ത സാധകം. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം ഉള്ളൂർ. സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം ഭാസ്കരാചാര്യർ. O. ഹെൻറി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം വില്യം ഡിസ്നി പോർട്ടർ. ഷോർട്ട് ഹിസ്റ്ററി ഓഫ് വേൾഡ് എന്ന ഗ്രന്ഥവും ശാസ്ത്ര നോവലുകളായ ദി ടൈം മെഷീൻ, ദി വാർ ഓഫ് ദി വേൾഡ് എന്നീ കൃതികളും രചിച്ച ഗ്രന്ഥകാരൻ ആരാണ്? ഉത്തരം H.G. വൈൽസ്. S.K. പൊറ്റക്കാടിന്റെ കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം സഞ്ചാരിയുടെ ഗീതങ്ങൾ. K.T. മുഹമ്മദിന്റെ ആദ്യ കഥ ഏതാണ്? ഉത്തരം കണ്ണുകൾ. സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം മുത്തുച്ചിപ്പി. പരീക്ഷ എന്ന നാടകം രചിച്ചത് ആരാണ്? ഉത്തരം TN ഗോപിനാഥൻ നായർ. ഡയാന രാജകുമാരിയെ പറ്റി വളരെ വിവാദം സൃഷ്ടിച്ച നോവൽ അന്ന പാസ്റ്റർനാക്കും ക്യാപ്റ്റൻ ജെയിംസ് ഹെവിക്കും ചേർന്ന് എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ കൃതി? ഉത്തരം എ പ്രിൻസസ് ഇൻ ലവ്. പുരാണ കഥകൾക്ക് ആധുനിക പശ്ചാത്തലത്തിൽ പുതിയ വ്യാഖ്യാനം നൽകി അവതരിപ്പിച്ച പുഷ്പവൃഷ്ടി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം തിക്കോടിയൻ. ക്ഷേത്ര വാസ്തുശില്പ വിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം? ഉത്തരം തന്ത്രസമുച്ചയം. മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണായ കിട്ടുമ്മാൻ ആരുടെ സൃഷ്ടിയാണ്?
ഉത്തരം യേശുദാസൻ. 2020 നിശാഗന്ധി പുരസ്കാര ജേതാവ്. ഉത്തരം CV ചന്ദ്രശേഖർ. 2019 സരസ്വതി സമ്മാൻ ജേതാവ്. ഉത്തരം വാസുദേവ് മോഹി. ചെക്ക് ബുക്ക് എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 15 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2019 പ്രേം നസീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം നെടുമുടി വേണു. പവിഴമല്ലികൾ പൂക്കുമ്പോൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം തസ്ലീമ നസ്രിൻ. പന്ത് പറഞ്ഞ കിസ്സ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം MM ജാഫർ ഖാൻ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. മയൂര സന്ദേശം രചിച്ചത് ആരാണ്? ഉത്തരം കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ. ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകം? ഉത്തരം കൂട്ടുകൃഷി. വൃത്തസദനം ആരുടെ കൃതിയാണ്? ഉത്തരം TV കൊച്ചുബാവ. മൗഗ്ലി കേന്ദ്ര കഥാപാത്രമായ കൃതി ഏതാണ്? ഉത്തരം ജംഗിൾ ബുക്ക്. മലയാളത്തിലെ ഓർഫിയസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചങ്ങമ്പുഴ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക ആരുടെ മഹത്തായ സന്ദേശമാണ്? ഉത്തരം PN പണിക്കർ. വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം പുറത്തിറക്കിയ കവി? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. PN പണിക്കർ ജന്മനാട്ടിൽ ആരംഭിച്ച വായനശാലയുടെ പേര്? ഉത്തരം സനാതന ധർമ്മം. കേരളത്തിലെ പ്രളയബാധിതരെ സഹായിക്കാനായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകം? ഉത്തരം പ്രളയാക്ഷരങ്ങൾ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ വിശദ വിവരം അടങ്ങിയ പുസ്തകം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം റെഡ് ഡേറ്റ ബുക്ക്. ഇരയിമ്മൻ തമ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന കവിക്ക് ഇങ്ങനെയും ഒരു നാമമുണ്ട്. എന്താണ് ആ പേര്? ഉത്തരം രവിവർമ്മൻ തമ്പി. ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. പത്രപ്രവർത്തനത്തെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വൃത്താന്ത പത്രപ്രവർത്തനം. ഇടശ്ശേരിയുടെ ഏത് കൃതിയിലാണ് നങ്ങേലി എന്ന കഥാപാത്രമുള്ളത്? ഉത്തരം പൂതപ്പാട്ട്. പ്രസാദ് ചൗരസ്യ ഏത് സംഗീത ഉപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത്? ഉത്തരം ഓടക്കുഴൽ. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഉത്തരം ജ്ഞാനപീഠം. വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ്? ഉത്തരം ശ്രീരാമൻ. കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കഥകളി. ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം KR മീര. പ്രധാന സംഘകാല കൃതികൾ ഏതൊക്കെയാണ്? ഉത്തരം തിരുക്കുറൽ, പതിറ്റ് 10, പുറനാനൂറ്, അകനാനൂറ്, നറ്റിണை, മണിമേഖല, ചിലപ്പതികാരം, തൊൽക്കാപ്പിയം, കുറുന്തകൈ. സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രസിദ്ധമായ കവയിത്രി? ഉത്തരം ഔവയാർ. മാതൃഭൂമി ദിനപത്രത്തിൽ BM ഗഫൂർ വരച്ചു പോന്ന കാർട്ടൂൺ സ്ട്രിപ്പ് ഏതാണ്? ഉത്തരം കുഞ്ഞമ്മാൻ. കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പുസ്തക വർഷമായി ആചരിച്ചത് എന്നാണ്? ഉത്തരം 1972. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം ഏതാണ്? ഉത്തരം അനാസക്തി യോഗം. കേന്ദ്രമന്ത്രി KV തോമസ് മുൻ മുഖ്യമന്ത്രി കരുണാകരനെ കുറിച്ച് എഴുതിയ പുസ്തകം? ഉത്തരം എന്റെ ലീഡർ. ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയുടെ ആശയവുമായി സാമ്യമുള്ള സച്ചിദാനന്ദന്റെ കവിത ഏതാണ്? ഉത്തരം ബോധവതി. അധംകൃതർക്ക് വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും നൽകണമെന്ന് ആവശ്യപ്പെട്ട് KP കറുപ്പൻ രചിച്ച നാടകം? ഉത്തരം ബാലകലേശം.
മതജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയിൽ മാപ്പു നൽകിൻ ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം കുമാരനാശാൻ. ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ. ഇത് ഏത് മലയാള കവിയുടേതാണ്? ഉത്തരം ഇടശ്ശേരി. വ്യക്തി വിവേകത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം മഹിമാപട്ടൻ. രസഗംഗാധരം ആരുടെ കൃതിയാണ്? ഉത്തരം ജഗന്നാഥ പണ്ഡിതൻ. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സിസ്റ്റർ ജസ്മിയുടെ ആത്മകഥ? ഉത്തരം ആമീൻ. എന്നുടെ ഭാഷ താൻ എന്നുടെ വീട്ടമ്മയന്യാം ഭാഷാ വിരുന്നുകാരി എന്ന് പാടിയ കവി? ഉത്തരം വള്ളത്തോൾ. കന്നഡ എന്ന കവിതയിലൂടെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ കവി? ഉത്തരം മുരുകൻ കാട്ടാക്കട. കരളെരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കുന്ന മതേ വിദൂഷക ധർമ്മം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സഞ്ജയൻ. വൃദ്ധനായ ഒരു കരീബിയൻ സ്വേച്ഛാധിപതിയെ നായകനാക്കി ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റായ ഗബ്രിയൽ ഗാർസിയ മാർക്കോസ് എഴുതിയ നോവൽ? ഉത്തരം കുലാധിപതിയുടെ ഹേമന്തം. കേരളത്തിലെ ആഫ്രിക്ക ആരുടെ കൃതിയാണ്? ഉത്തരം കെ പാനൂർ. മലയാളത്തിലെ ആദ്യകാല സിനിമാ മാസികയായ ഫിലിം നാദത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം CV വാസുദേവ പിള്ള. ഏഴു ചുവട് എന്ന ബംഗാളി നോവലിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം താരാശങ്കർ ബന്ധോപാധ്യായ. എന്റെ കർണൻ എന്ന നോവലിന്റെ കർത്താവ്? ഉത്തരം VT നന്ദകുമാർ. കഥ എഴുതിയതിന്റെ പേരിൽ തടവ് ശിക്ഷ ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം പൊൻകുന്നം വർക്കി. ശ്രീകൃഷ്ണ കഥ പ്രതിപാദിക്കുന്ന കൃഷ്ണായനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം തുളസി കോട്ടുക്കൽ. അതിരാണിപ്പാടം കടന്നു വരുന്ന നോവൽ? ഉത്തരം ഒരു ദേശത്തിന്റെ കഥ. ബസ് വരാനായി രവി കാത്തുകിടന്നു. ഏത് നോവലിലാണ് ഇങ്ങനെ അവസാനിക്കുന്നത്? ഉത്തരം ഖസാക്കിന്റെ ഇതിഹാസം. അൽഫോൺസ് അച്ഛൻ എന്ന മാന്ത്രികൻ മുകുന്ദന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ദൈവത്തിന്റെ വികൃതികൾ. ദാസൻ എന്ന പ്രസിദ്ധ കഥാപാത്രം ഏത് നോവലിലുള്ളതാണ്? ഉത്തരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. നിർമാല്യം എന്ന സിനിമയ്ക്ക് അടിസ്ഥാനമായ കഥ ഏതാണ്? ഉത്തരം പള്ളിവാളും കാൽച്ചിലമ്പും. രാത്രിമഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഉത്തരം സുഗതകുമാരി. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം MT വാസുദേവൻ നായർ. ലോകസഭ അംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റ് ആരാണ്? ഉത്തരം SK പൊറ്റക്കാട്. ഇതാ ഇവിടെ വരെ എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം P പത്മരാജൻ.